ദുബായിക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് സൗദിയിലേക്ക് വന്ന എക്കോ ടെക്നീഷ്യനാണ് ഞാൻ. സൗദിയിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദുബായിക്ക് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നേ. അപ്പോൾ ആ സമയത്തായിരുന്നു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് കുറച്ച് ഡിലേ വന്നത്. അപ്പം അങ്ങനെ ഡിലേ വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹ്റിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അത് ഞാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ബാംഗ്ലൂർ പോയി അറ്റൻഡ് ചെയ്തു. പക്ഷേങ്കിൽ അത് സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഒമാൻ്റെ നോക്കിയിട്ടോ. ഒമാൻ്റെ ഒരു ഏകദേശം ഒരു നല്ല അത്യാവശ്യം കുറേ വേക്കൻസികൾ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒമാൻ നോക്കാം, നല്ല സ്ഥലമാണല്ലോ ഒമാൻ, അങ്ങനെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒമാൻ്റെ ഭയങ്കര ഡിലേ ആയിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റിലുണ്ട്, നിങ്ങളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ഇൻ്റർവ്യൂ നടക്കാനായിട്ട് ഭയങ്കര ഡിലേ. അപ്പോൾ ആ സമയത്തായിരുന്നു നമ്മുടെ സൗദി മിനിസ്ട്രിയുടെ ആ ലാർജ് റിക്രൂട്ട്മെൻറ്റ് തന്നെ. എന്നാൽ പിന്നെ എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് അത് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമായിരുന്നേ. കുറേ പേര് ചോദിക്കും, കാർഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പുറത്തേക്ക് പോകാനൊക്കെയാണ് ആഗ്രഹം, സ്കോപ്പ് ഉണ്ടോ. പിന്നെ കുറേ പേര് എക്സാം എഴുതിയിട്ട് നിൽക്കുന്നവരുണ്ട്, ഏജൻസിക്കാർ പറ്റിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എക്സാം എഴുതി നിൽക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അത് കിട്ടും. ഇപ്പം എക്സാം എഴുതിയിരിക്കുന്നവർക്ക് നിങ്ങൾ ആ എക്സാം എഴുതുന്നതിന് ഒരു കാരണമായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അതല്ലാതെ ജോലി കിട്ടാതെ ഇരിക്കത്തില്ല. ഇപ്പം ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമായിരുന്നു ദുബായ്. അപ്പം അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സൗദി മോശമായതുകൊണ്ടല്ല കേട്ടോ, സൗദിയിലേക്ക് ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ജേണി, അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ സൗദിയിലെത്തിയതിനെ കുറിച്ചൊക്കെ ഒരു ജേണി അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത ബോറാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി ഒന്ന് പറയൂ.